എല്ലാത്തിനും പുറകിലുള്ള ഡി മണി എന്ന ദാവൂദ് മണിയെ SIT വളഞ്ഞു കഴിഞ്ഞു. ചെന്നൈ സ്വദേശിയായ ഡി മണിയുടെ സംഘമാണ് ശബരിമലയിൽ നിന്ന് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയത്. ഇത് വിദേശ മലയാളി വ്യവസായി SITക്ക് മൊഴി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഡി മണി എന്നൊരാൾ ഉണ്ടോ എന്നതിന്റെ പ്രാഥമിക പരിശോധനയിലായിരുന്നു SIT. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഡി മണിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ SITക്ക് ലഭിച്ചു. ചെന്നൈ സ്വദേശിയായ ഡി മണിയുടെ സംഘാംഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു സംഘാംഗവുമായി SIT ബന്ധപ്പെട്ടു. ഇപ്പോഴിതാ ഡി മണിയുടെ മൊഴിയെടുക്കലിനായി SIT സംഘം ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട്. CBI തൊട്ടു പിന്നാലെ ഉണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ അതിനു മുൻപേ എത്തി ഡി മണിയിൽ നിന്ന് വിശദാംശങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ ഡി മണി എന്ന ദുബായ് മണി വാങ്ങി എന്നാണ് വിദേശ മലയാളി വ്യവസായി മൊഴി നൽകിയത്. ഇത്തരം വെളിപ്പെടുത്തലിന് വഴി തെളിച്ചത് രമേശ് ചെന്നിത്തലയുടെ തുറന്നു പറച്ചിലുകളാണ്. ഒരു വിദേശ വ്യവസായി മലയാളി തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞുവെന്നും ഈ വിദേശ മലയാളി വ്യവസായിയെ ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വിദേശ മലയാളി വ്യവസായി ഡി മണി എന്ന പുരാവസ്തു കള്ളക്കടത്ത് മാഫിയ സംഘത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയത്. 2019-20 കാലഘട്ടത്തിൽ ഡി മണി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പ്രത്യേകിച്ച് 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്ന സുപ്രധാന മൊഴിയുണ്ടായിരുന്നു വിദേശ മലയാളി വ്യവസായി SITക്ക് നൽകിയത്. ശബരിമലയുടെ ഭരണ ചുമതലയുള്ള ഒരു ഉന്നതൻ ഈ കള്ളക്കടത്തിന് നേതൃത്വം നൽകി. ഈ ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും ഒന്നിച്ച തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇടപാടുകൾ എന്നും വിദേശ മലയാളി വ്യവസായി വ്യക്തമാക്കി. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച ഇതിന്റെ പണം കൈമാറ്റവും നടന്നു. ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉന്നതനും മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തതെന്നും വിദേശ മലയാളി വ്യക്തമാക്കിയിരുന്നു. മൊഴി വിശ്വസിക്കാൻ കഴിയുമോ എന്ന പ്രാഥമിക പരിശോധനയിലായിരുന്നു SIT. തുടർന്ന് SIT ഡി മണിയെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കി. SIT കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ഉറപ്പിച്ചു. ഏറ്റവും നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് എന്ന പേരിലാണ് ഇയാൾ ശബരിമലയുമായി അടുത്തത്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ആയത് മറ്റു പലരുടെയും പണം കൊണ്ടാണ്. തുടക്കത്തിൽ പോലും ഇയാൾ വെറുമൊരു ഇടനിലക്കാരൻ മാത്രമായിരുന്നു. ആന്ധ്രാപ്രദേശ്, ചെന്നൈ എന്നിവിടങ്ങളിലെ വ്യാപാരികൾ പോറ്റി വഴി ബോർഡിന് പണം നൽകി. വ്യവസായികൾ നൽകിയ പണം ഉണ്ണികൃഷ്ണൻ പോറ്റി വക മാറ്റി ചെലവഴിച്ചു. പണം പിന്നീട് ഇയാൾ പലിശയ്ക്ക് പോലും നൽകി. ഇതിനിടയിലാണ് തമിഴ്നാട്ടിലുള്ള ഡി മണിയെ ഇയാൾ പരിചയപ്പെടുന്നത്. വിഗ്രഹ തട്ടിപ്പായിരുന്നു ഡി മണിയുടെ മുഖ്യ ലക്ഷ്യം. ശബരിമലയിലെ വിഗ്രഹ തട്ടിപ്പിന് കൈനിറയെ പണവുമായി ഡി മണി തിരുവനന്തപുരത്ത് എത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളച്ചെടുത്തു. ഒരു പ്രത്യേക കേന്ദ്രത്തിൽ വെച്ച ഡി മണി ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന പഞ്ചലോക വിഗ്രഹം താൻ കണ്ടു എന്നാണ് വിദേശ മലയാളി വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. മറ്റു പല സമ്പന്നരെയും ഇയാൾ നേരിൽ കണ്ട വിഗ്രഹം വിൽക്കാനുള്ള ശ്രമങ്ങളും നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് CBI ഹൈക്കോടതിയെ അറിയിച്ചതോടെ ആകെ വെട്ടിലായ അവസ്ഥയിലാണ് ഇപ്പോൾ CPMലെ ചില ഉന്നതർ. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ അംഗങ്ങളായിരുന്ന ശങ്കർദാസും വിജയകുമാറും ഒക്കെ ഇടിവേറ്റ നിലയിലാണിപ്പോൾ. ഓട്ടം തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും. അവരിപ്പോൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. CBI അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടായാൽ പെട്ടെന്ന് തന്നെ സുപ്രധാന അറസ്റ്റുകളിലേക്ക് CBI കടക്കും എന്ന വിവരം പുറത്തു വരുന്നു. പ്രാഥമിക അന്വേഷണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏകദേശം മുഴുവൻ വിവരങ്ങളും CBI എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുന്നു. നിലവിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് എന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിരുന്നു. നിശ്ചിതമായ വിമർശനമാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേർക്ക് ചൊരിഞ്ഞത്. SIT അന്വേഷണത്തിൽ ഹൈക്കോടതി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിലായിരുന്നു CBI അന്വേഷണം തേടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചത്. രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച ഈ പൊതു താൽപര്യ ഹർജിയിൽ മറ്റൊരാൾ കൂടി കക്ഷി ചേർന്നു. ശബരിമലയിൽ സ്വാധീനമുറപ്പിച്ച 2 IPS ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു ഈ പൊതു താൽപര്യ ഹർജി.
ഇന്നലെ VD സതീശൻ ഈ 2 IPS ഉദ്യോഗസ്ഥരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ് ഈ 2 IPS ഉദ്യോഗസ്ഥർ. അവരുടെ സമ്മർദ്ദത്തിന്റെ പേരിൽ SIT വല്ലാത്ത ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് VD സതീശൻ ആരോപണം ഉന്നയിച്ചിരുന്നു. കേസ് അന്വേഷണത്തിൽ ഒരു നിർണായക റോളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുവശത്ത് ഉണ്ട്. ഹൈക്കോടതി എപ്പോൾ വേണമെങ്കിലും CBIക്ക് അന്വേഷണത്തിനുള്ള ചുമതല നൽകാം. ഇതിനിടയിൽ പരിഭ്രമിച്ച ശങ്കർദാസും വിജയകുമാറും സുപ്രീം കോടതിയിൽ കയറിയിറങ്ങിയാണ്. KP ശങ്കർദാസും N വിജയകുമാറും ഉറക്കമില്ലാത്ത രാത്രികളാണ്. കുറെ ദിവസങ്ങൾ ഇവർ കയറിയിറങ്ങേണ്ടി വരും. കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് തീരുമാനമെടുത്ത ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്തിയത്. എന്തുകൊണ്ട് ശങ്കർദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്ന് ഹൈക്കോടതിയുടെ സുപ്രധാന ചോദ്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട് എന്നായിരുന്നു A. പത്മകുമാറിന്റെ മൊഴി. കേസിൽ ഹൈക്കോടതി പരാമർശങ്ങൾക്കെതിരെയാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിലെ മറ്റൊരു ഹർജിയിൽ ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർജി. 2019 ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരെ എന്തിന് ഒഴിവാക്കിയെന്നും ഇവർക്കെതിരെ നടപടി എന്തുകൊണ്ട് എടുത്തില്ല എന്നും കോടതി ചോദിച്ചിരുന്നു. മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുന്ന വേളയിലാണ് ശങ്കർദാസിന്റെ വിജയകുമാറിന്റെ പേരെടുത്ത് കോടതി വിമർശിച്ചത്. തനിക്കെതിരെ കോടതി നടത്തിയ പരാമർശങ്ങൾ തന്റെ ഭാഗം കേൾക്കാതെയാണെന്നും ഇതിനാൽ പരാമർശം നീക്കണമെന്നുമാണ് ശങ്കർദാസ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഭിഭാഷകൻ A. കാർത്തിക് മുഖാന്തരമാണ് ഹർജി നൽകിയത്. ആർക്ക് വേണമെങ്കിലും കൈയിട്ട് വാരാം എന്ന അവസ്ഥയിലാണ് ശബരിമലയിലെ ഭണ്ഡാരം. ഇപ്പോഴിതാ ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്നും മോഷണം നടത്തിയ ഒരു താൽക്കാലിക ജീവനക്കാരൻ അറസ്റ്റിലായി. ശബരിമല സന്നിധാനത്തെ ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്നുമാണ് ഇയാൾ മോഷണം നടത്തിയത്. സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് തൃശൂർ ശ്രീനാരായണപുരം വെമ്പന്നല്ലൂർ സ്വദേശിയായ രതീഷ് KR ആണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് പുതിയ ഭണ്ഡാരത്തിലെ കിഴി കെട്ടഴിക്കുന്ന താൽക്കാലിക ജീവനക്കാരനാണ് രതീഷ്. ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയം ഭണ്ഡാരത്തിലെ ദൈനംദിന പരിശോധന നടത്തവേ ഇയാളുടെ കയ്യിൽ നിന്ന് വെളുത്ത തുണിയിൽ ഒളിപ്പിച്ച നിലയിൽ പിടിച്ചത് 3000 രൂപ. തുടർന്ന് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധന പ്രതിയുടെ ബാങ്കിൽ നിന്ന് 20,000 രൂപ കണ്ടെടുത്തു. ഇത്തരം നിരന്തര മോഷണങ്ങൾ സ്ഥിരമായി ഇവിടെ നടക്കുന്നു എന്നതിന്റെ സൂചനയാണ്. പലതും ദുരൂഹമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസ് അട്ടിമറിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലും പുറത്തു വരുന്നുണ്ട്.